ഹായ് നമസ്കാരം. പി സി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ അതേ ടേസ്റ്റിൽ തന്നെ നല്ല ജ്യൂസിയും സോഫ്റ്റും വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അപ്പോൾ ഞാൻ റവയും പാൽപ്പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. ആദ്യം നമുക്ക് ഒരു ചെറിയ കപ്പ് റവ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അത് കളറൊന്നും മാറാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ സാവധാനത്തിൽ വറുത്തെടുത്താൽ മതി. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു റവ എടുത്ത അതേ കപ്പിൽ തന്നെ എല്ലാ അളവുകളും അതിൽ തന്നെ എടുക്കാൻ നോക്കണം. നമുക്ക് സാവധാനത്തിൽ വറുത്തെടുക്കാം. റവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് വറുത്ത് കൊടുക്കാം. റവയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് റവ എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും ചേർത്തി കൊടുക്കണം. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത് പൊടിച്ച് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ കട്ട പിടിക്കാണ്ട് സൂക്ഷിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ മിക്സിയിൽ പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് റവയുടെ ചൂടാറിയതിന് ശേഷം ഒരു നേരിയ ചൂട് വേണം. 1 കപ്പ് പാൽപ്പൊടി, നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ആ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണതിലൊക്കെ അതൊക്കെ ചേർത്തിട്ടുണ്ടാവും പൊന്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒരു ബൗളിലാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1.5 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അതേ 1.5 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവായിട്ട് എടുത്തിട്ടുള്ളൂ. 1.5 കപ്പ് കറക്റ്റ് ആയിരിക്കുള്ളൂ. പഞ്ചസാരയും വെള്ളവും കറക്റ്റ് ആയിരിക്കുള്ളൂ. ഞാൻ 1 നുള്ള് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ഓപ്ഷണലാണ്. സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ ഇട്ട് കൊടുത്താലും മതി. ഒരു 4 ഏലക്കായ് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കുമിളകൾ ഒന്ന് തിളക്കണം. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ബോൾ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം. ഉരുട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ബോൾ മാതിരി വീർത്ത് വരും. അപ്പോൾ നല്ല ഗ്ലേസിങ്ങോടെ വരും. എല്ലായിടത്തും ഒരേമാതിരി ഗ്ലേസിങ്ങോടെ വരും. അപ്പോൾ നമുക്ക് കണ്ടാലേ അറിയാം. അപ്പോൾ നമുക്ക് നല്ല പൊട്ടാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നാലേ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതേപോലെ കരണ്ടി കൊണ്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഉരുട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ബ്രോക്കൺ ആവരുത്. അപ്പോൾ നമ്മുടെ ബോളൊക്കെ എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറും ഒരു നേരിയ ബ്രൗണും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കോരിയെടുക്കുകയാണ്. കുറച്ചും കൂടി ഫ്രൈ ചെയ്യണമെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു കളറിൽ കോരിയെടുക്കുകയാണ്. നമുക്ക് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ സിറപ്പൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുള്ളൂ. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ലത് സിറപ്പൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഇപ്പം തന്നെ ഉണ്ടാക്കിയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വായിലിടുമ്പോൾ തന്നെ അങ്ങോട്ട് അലിഞ്ഞു പോവും. നല്ല സോഫ്റ്റുമാണത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.